അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. മലയാളികളുടെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു നാടൻ ഫുഡ് നമുക്കുണ്ടാക്കിയാലോ? നാടൻ വെന്ത കപ്പയും മീൻകറിയും മീൻ വറുത്തതും പിന്നെ അതിൻ്റെ കൂട്ടത്തിലൊരു ഭംഗിക്കൊരു ചായ, അതും കട്ടൻ ചായ. ആഹാ, എന്തൊരന്തസ്സാണ് അല്ലേ. അപ്പം നമുക്ക് പോകാം നമ്മുടെ റെസിപ്പിയിലിട്ട്. തന്നെ നമുക്ക് കുറച്ച് തിരിയാൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നാട്ടിൽ ഈ മീൻ പറയുന്ന പേരെന്താന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല എല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വറുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് മത്തി എടുത്ത് മാറ്റി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് മത്തി മുളകിട്ട് കറി വെക്കാം. ഒരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ ഇട്ടു, പിന്നെ കുറച്ച് സവോള കൊത്തി അരിഞ്ഞ് അത് ഇട്ടു. പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് തൻ്റെ തക്കാളിയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആകുന്നവരെ അതുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. പിന്നെ 2 പച്ചമുളകും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിനുശേഷം നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് നമുക്ക് കുറച്ച് വെള്ളം ആദ്യം ഒഴിച്ചിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വെള്ളവും കുടംപുളിയും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ ദാണ്ടെ വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മത്തി എടുത്തിട്ട് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. പിന്നെ നമ്മൾ ദാണ്ടെ വൃത്തിയാക്കി കപ്പ നമ്മൾ വേവിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കുകയാണ് കേട്ടോ. കുറച്ച് വെള്ളവും കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നമ്മൾ കുക്കറിലാണ് കപ്പ വേവിച്ചെടുക്കുന്നത്. മീൻ ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ദാണ്ടെ കപ്പയൊക്കെ വെന്തിട്ടുണ്ട്, മീൻ വറുത്തെടുത്തിട്ടുണ്ട്. നമ്മുടെ നല്ല സൂപ്പർ മത്തിക്കറി, അതായത് മുളകിട്ട മത്തിക്കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ കൂടാതെ കട്ടൻ ചായയുണ്ട്. അപ്പം നമ്മളുടെ കപ്പയും നല്ല സൂപ്പർ മീൻ കറിയും പിന്നെ ഈ മീൻ വറുത്തതും കൂടെ കൂട്ടിയിട്ട് നമുക്ക് കപ്പ കഴിച്ചാൽ പോരാത്തതിന് ദാണ്ട ഈ ഒരു കട്ടൻ ചായയും. അപ്പം നമ്മുടെ ഇന്നത്തെ ഡിന്നർ സ്പെഷ്യൽ ഇതായിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ, താങ്ക്